ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ നിക്ഷേപം എവിടെയാണെന്ന് അറിയാമോ? സൗദി അറേബ്യയിലല്ല, യുണൈറ്റഡ് സ്റ്റേറ്റ്സിലുമല്ല. അത് ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ വെനസ്വേലയിലാണ്. ഭൂമിക്കടിയിൽ കോടാനുകോടി ഡോളറിന്റെ കറുത്ത പൊന്ന് ഒളിപ്പിച്ചു വെച്ച രാജ്യം. പക്ഷെ ഇന്ന് ആ രാജ്യത്തെ അവസ്ഥ എന്താണ്? ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാതെ സ്വന്തം വളർത്തു മൃഗങ്ങളെ കൊന്നു തിന്നുന്ന ജനത. ടോയ്ലറ്റ് പേപ്പറിനും ഒരു കഷ്ണം ബ്രെഡിനും വേണ്ടി കിലോമീറ്ററുകളോളം ക്യൂ നിൽക്കുന്ന മനുഷ്യർ. ഒരു ചായ കുടിക്കണമെങ്കിൽ ഒരു ചാക്ക് നിറയെ നോട്ടുമായി പോകേണ്ടി വരുന്ന വിചിത്രമായ സാമ്പത്തിക അവസ്ഥ. എങ്ങനെയാണ് ഇത്രയും സമ്പന്നമായ ഒരു രാജ്യം വെറും 10-12 വർഷം കൊണ്ട് ഒരു പിച്ചച്ചട്ടിയുമായി തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്നത്? ഈ മാജിക് കാണിച്ചു തന്നത് മറ്റാരുമല്ല, വെനസ്വേലയുടെ മുൻ ബസ് ഡ്രൈവർ നിക്കോളാസ് മഡൂറോയാണ്. ഹ്യൂഗോ ഷാവേസിന്റെ പിൻഗാമിയായി വന്ന് സോഷ്യലിസത്തിന്റെ പേരും പറഞ്ഞ് ഒരു രാജ്യത്തെ മുഴുവൻ ശ്മശാന തുല്യമാക്കിയ മഡൂറോ ഒടുവിൽ അമേരിക്കൻ സൈന്യത്തിന്റെ പിടിയിലായിരിക്കുന്നു. ഹോളിവുഡ് സിനിമകളെ വെല്ലുന്ന മഡൂറോയുടെ ജീവിതകഥയും വെനസ്വേലയുടെ തകർച്ചയും നമുക്ക് വിശദമായി അറിയാം. 1962 നവംബർ 23-ന് കാരക്കാസിലെ ഒരു സാധാരണ കുടുംബത്തിലാണ് നിക്കോളാസ് മഡൂറോ ജനിച്ചത്. പഠനത്തിൽ പുലി അത്ര വലിയ പുലിയൊന്നും ആയിരുന്നില്ല. ഹൈസ്കൂൾ വിദ്യാഭ്യാസം പോലും പൂർത്തിയാക്കാൻ മഡൂറോയ്ക്ക് സാധിച്ചിട്ടില്ല എന്നതാണ് സത്യം. പക്ഷെ പുസ്തകം വായിക്കുന്നതിനേക്കാൾ മഡൂറോയ്ക്ക് ഇഷ്ടം മുദ്രാവാക്യം വിളിക്കാനായിരുന്നു. പിതാവ് ഒരു ട്രേഡ് യൂണിയൻ നേതാവായതുകൊണ്ട് ആ രക്തം മഡൂറോയിലും തിളച്ചു. കാരക്കാസിലെ തെരുവുകളിൽ ബസ് ഓടിച്ചു നടന്ന കാലത്തും മഡൂറോയുടെ ലക്ഷ്യം ഡ്രൈവിംഗ് സീറ്റ് ആയിരുന്നില്ല, മറിച്ച് ഭരണാധികാരിയുടെ കസേരയായിരുന്നു. മെട്രോ ബസ് ഡ്രൈവറായി ജോലി നോക്കുന്നതിനിടയിൽ അദ്ദേഹം യൂണിയൻ നേതാവായി വളർന്നു. പണിമുടക്കുകളും പ്രതിഷേധങ്ങളും സംഘടിപ്പിക്കുന്നതിൽ മഡൂറോ ഒരു മാസ്റ്റർ ആയിരുന്നു. എന്നാൽ ഒരു ബസ് ഡ്രൈവറുടെ ജീവിതം മാറ്റിമറിച്ചത് 1990-കളിൽ നടന്ന ഒരു കൂടിക്കാഴ്ചയാണ്. അത് വെനസ്വേലിയൻ രാഷ്ട്രീയത്തിലെ കരുത്തനായ ഹ്യൂഗോ ഷാവേസുമായുള്ള കൂടിക്കാഴ്ചയായിരുന്നു. ഷാവേസിന്റെ വിശ്വസ്തനായ ബോഡിഗാർഡിനെ പോലെ മഡൂറോ കൂടെ നിന്നു. ഷാവേസ് ജയിലിലായപ്പോ അദ്ദേഹത്തിന് വേണ്ടി പുറത്ത് കരുക്കൾ നീക്കിയത് മഡൂറോയായിരുന്നു. അതുകൊണ്ട് തന്നെ ഷാവേസ് അധികാരത്തിൽ വന്നപ്പോൾ തന്നെ തന്റെ ഒരു വിശ്വസ്ത സേവകനെ അദ്ദേഹം കൈവിട്ടില്ല. വിദ്യാഭ്യാസ യോഗ്യതയൊന്നും പ്രശ്നമല്ലാത്ത സോഷ്യലിസ്റ്റ് ഭരണത്തിൽ മഡൂറോ വിദേശകാര്യമന്ത്രിയും പിന്നീട് വൈസ് പ്രസിഡന്റുമായി മാറി. 2013-ൽ ഹ്യൂഗോ ഷാവേസ് ക്യാൻസർ ബാധിച്ച് മരിക്കുന്നതിന് തൊട്ടു മുമ്പ് ഒരു വിൽപത്രം പോലെ ഒരു കാര്യം പ്രഖ്യാപിച്ചു: എനിക്ക് ശേഷം മഡൂറോ വെനസ്വേലയെ നയിക്കും. ഷാവേസിനെ ദൈവത്തെ പോലെ ആരാധിച്ചിരുന്ന വെനസ്വേലൻ ജനത ആ വാക്ക് വിശ്വസിച്ചു. ഷാവേസ്, ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു, എന്റെ വോട്ട് മഡൂറോയ്ക്ക് എന്ന മുദ്രാവാക്യവുമായി അവർ തെരുവിലേക്ക് ഇറങ്ങി. അങ്ങനെ 2013-ൽ നടന്ന തെരഞ്ഞെടുപ്പിൽ മഡൂറോ കഷ്ടിച്ച് ജയിച്ചു കയറി. അന്ന് മുതൽ വെനസ്വേലയുടെ കഷ്ടകാലം ഗിയർ മാറ്റി തുടങ്ങുകയായിരുന്നു. ഷാവേസ് എണ്ണപ്പണം കൊണ്ടുണ്ടാക്കിയെടുത്ത ചെറിയൊരു ആശ്വാസം പോലും മഡൂറോയുടെ വികലമായ നയങ്ങൾ മൂലം ഇല്ലാതായി. എണ്ണവില അന്താരാഷ്ട്ര വിപണിയിൽ ഇടിഞ്ഞതോടെ മഡൂറോയുടെ യഥാർത്ഥ മുഖം പുറത്തു വന്നു. മഡൂറോയുടെ ഭരണം എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചാൽ അത് സാമ്പത്തിക ശാസ്ത്രം പഠിക്കുന്നവർക്ക് ഒരു പേടി സ്വപ്നമാണ്. ഷാവേസ് തുടങ്ങി വെച്ച ദേശസാൽക്കരണം മഡൂറോ അടുത്ത ലെവലിലേക്ക് എത്തിച്ചു. രാജ്യത്തെ സ്വകാര്യ കമ്പനികളെല്ലാം സർക്കാർ പിടിച്ചെടുത്തു. അവിടെ ജോലിക്ക് വെച്ചത് പണി അറിയാവുന്നവരെയല്ല, മറിച്ച് മഡൂറോയുടെ പാർട്ടിക്കാരെയായിരുന്നു. ഫലം എന്തായിരുന്നു? ഉൽപാദനം നിലച്ചു. എണ്ണക്കിണറുകളിൽ അറ്റകുറ്റപ്പണികൾ പോലും നടക്കാതെയായി. ലോകത്തെ ഏറ്റവും വലിയ എണ്ണ സമ്പത്തുള്ള രാജ്യത്ത് പെട്രോൾ അടിക്കാൻ ആളുകൾ ദിവസങ്ങളോളം കാത്തു നിൽക്കേണ്ടി വന്നു. കൃഷിഭൂമികൾ സർക്കാർ പിടിച്ചെടുത്ത് വെറുതെ വിട്ടു. അതോടെ രാജ്യത്ത് ഭക്ഷ്യക്ഷാമം രൂക്ഷമായി. കടകളിൽ സാധനങ്ങളുമില്ല, ഉണ്ടെങ്കിൽ തന്നെ സാധാരണക്കാരന് വാങ്ങാൻ പറ്റാത്ത വിലയായി. ഇതിനെല്ലാം മറികടക്കാൻ മഡൂറോ കണ്ടുപിടിച്ച ബുദ്ധി എന്താണെന്ന് അറിയാമോ? ടൺ കണക്കിന് പുതിയ കറൻസി നോട്ടുകൾ അടിച്ചിറക്കുക. ഇതോടെ വെനസ്വേലിയൻ കറൻസിയായ ബൊളീവർ വെറും കടലാസ് കഷ്ണമായി മാറി. പണപ്പെരുപ്പം ശതമാനത്തിന് മുകളിലേക്കായി. 1 കിലോ തക്കാളി വാങ്ങാൻ ഒരു ബാഗ് നിറയെ പണം വേണം. ജനങ്ങൾ പട്ടിണിയിലായിട്ടും മഡൂറോ പ്രസംഗിച്ചത് ഇതെല്ലാം അമേരിക്കയുടെ സാമ്പത്തിക യുദ്ധമാണ് എന്നാണ്. തന്റെ കഴിവുകേടിനെ മറയ്ക്കാൻ അദ്ദേഹം എന്നും ഉപയോഗിച്ചിരുന്നത് അമേരിക്കൻ വിരുദ്ധതയായിരുന്നു. ഭരണം പരാജയപ്പെട്ടപ്പോൾ അധികാരം നിലനിർത്താൻ മഡൂറോ കണ്ടെത്തിയ വഴി സൈന്യത്തെ കയ്യിലെടുക്കുക എന്നതാണ്. സാധാരണ ജനങ്ങൾ പട്ടിണി കിടക്കുമ്പോൾ സൈനിക ജനറൽമാർക്ക് മഡൂറോ വൻ ആനുകൂല്യങ്ങൾ നൽകി. അവിടെയാണ് കാർട്ടൽ ഡി ലോസ് സോൾസ് അഥവാ സൺ കാർട്ടൽ എന്ന അധോലോക സംഘം ഉദയം ചെയ്യുന്നത്. വെനസ്വേലൻ സൈന്യത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് ടൺ കണക്കിന് കൊക്കെയിൻ അമേരിക്കയിലേക്ക് കടത്താനായി മഡൂറോ അനുവാദം നൽകിയെന്ന് അമേരിക്കൻ ഏജൻസികൾ കണ്ടെത്തി. അതായത് ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റ് ഒരു വശത്ത് സോഷ്യലിസം പ്രസംഗിക്കുമ്പോൾ തന്നെ മറുവശത്ത് ലോകത്തിലെ തന്നെ വലിയൊരു മയക്കുമരുന്ന് മാഫിയയുടെ തലവനായി പ്രവർത്തിക്കുകയായിരുന്നു എന്ന് സാരം. ട്രംപ് ഭരണകൂടം മഡൂറോയെ ഒരു ക്രിമിനലായി പ്രഖ്യാപിച്ചു. അദ്ദേഹത്തെ പിടികൂടാൻ സഹായിക്കുന്നവർക്ക് $15 മില്യൺ അഥവാ പിന്നീട് 50 മില്യൺ വരെയായി പാരിതോഷികം പ്രഖ്യാപിച്ചു. മഡൂറോയുടെ ജീവിതം ശരിക്കും ഒരു ത്രില്ലർ സിനിമ പോലെയാണ്. ജനങ്ങൾ വെറുത്തതോടെ അദ്ദേഹത്തിന് നേരെ നിരന്തരം ആക്രമണങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി. 2018-ൽ വെനസ്വേലൻ സൈന്യത്തിന്റെ വാർഷിക ആഘോഷത്തിന്റെ ഇടയിൽ മഡൂറോ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്ഫോടക വസ്തുക്കൾ നിറച്ച ഡ്രോണുകൾ വേദിക്ക് മുന്നിൽ പൊട്ടിത്തെറിച്ചു.
തത്സമയ സംപ്രേഷണത്തിനിടയിൽ സൈനികർ ചിതറി ഓടുന്ന കാഴ്ച ലോകം കണ്ടതാണ്. മഡൂറോ തല നാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. പക്ഷേ ഇത്തരം ആക്രമണങ്ങളെല്ലാം മഡൂറോ തന്റെ അധികാരം വർദ്ധിപ്പിക്കാനാണ് ഉപയോഗിച്ചത് എന്ന് മാത്രം. ഓരോ വധശ്രമത്തിന് ശേഷവും അദ്ദേഹം പ്രതിപക്ഷ നേതാക്കളെ ജയിലിലടച്ചു. ഇതിനിടയിലാണ് ഓസ്കാർ പെരസ് എന്ന പോലീസ് ഓഫീസറുടെ പോരാട്ടം നടക്കുന്നത്. ഒരു സിനിമയിലെ നായകനെ പോലെ പെരസ് ഹെലികോപ്റ്റർ തട്ടിയെടുത്ത് സുപ്രീം കോടതിക്ക് നേരെ വെടിയുതിർത്തു. ജനങ്ങളോട് വിപ്ലവത്തിന് ആഹ്വാനം ചെയ്തു. പക്ഷെ മഡൂറോയുടെ സൈന്യം പെരസിനെ വളഞ്ഞിട്ട് വെടിവെച്ച് കൊന്നു. ആ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചത് വെനസ്വേലയെ തന്നെ നടുക്കിയതാണ്. എത്രയൊക്കെ പ്രതിഷേധങ്ങൾ ഉണ്ടായാലും മഡൂറോ അധികാരം വിടാൻ തയ്യാറായിരുന്നില്ല. 2024 നടന്ന തെരഞ്ഞെടുപ്പിൽ എഡ്മണ്ടോ ഗോൺസാലസ് എന്ന പ്രതിപക്ഷ സ്ഥാനാർത്ഥിക്ക് വൻ ജനപിന്തുണയാണ് ലഭിച്ചത്. വോട്ട് എണ്ണി കഴിഞ്ഞപ്പോൾ പ്രതിപക്ഷം പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം മഡൂറോ ദയനീയമായി തോറ്റിരുന്നു. പക്ഷേ മഡൂറോയുടെ അധീനതയിലുള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചത് മഡൂറോ വീണ്ടും ജയിച്ചു എന്നാണ്. ഇത് വെനസ്വേലൻ ജനതയെ തെരുവിലിറങ്ങാൻ പ്രേരിപ്പിച്ചു. എന്നാൽ ഈ പ്രതിഷേധങ്ങളെയും മഡൂറോ അടിച്ചമർത്തി. മരിക്കാൻ ഭയമില്ലാത്തവർ മാത്രം തെരുവിൽ നിന്നാൽ മതി എന്നതായിരുന്നു അവസ്ഥ. ലക്ഷക്കണക്കിന് ആളുകൾ വീണ്ടും രാജ്യം വിട്ടു. ഇതുവരെ ഏകദേശം 80 ലക്ഷം ആളുകളാണ് വെനസ്വേലയിൽ നിന്നും രക്ഷപ്പെട്ടത്. ഇത് സിറിയയിലെ യുദ്ധകാലത്തേക്കാൾ വലിയൊരു കുടിയേറ്റമായിരുന്നു. അഹങ്കാരത്തിന് വലിയ ആയുസില്ല എന്ന് പറയുന്നത് മഡൂറോയുടെ കാര്യത്തിൽ സത്യമായി. അമേരിക്കൻ നീതിന്യായ വകുപ്പ് അദ്ദേഹത്തിനെതിരെ കുറ്റപത്രം സമർപ്പിച്ചു. മയക്കുമരുന്ന് കടത്ത്, മനുഷ്യാവകാശ ലംഘനങ്ങൾ, അഴിമതി തുടങ്ങി നീണ്ട നിര തന്നെ ഉണ്ടായിരുന്നു. അമേരിക്കയുടെ ഉപരോധങ്ങൾ വെനസ്വേലയുടെ എണ്ണ വ്യവസായത്തെ തളർത്തി. മഡൂറോയുടെ അന്താരാഷ്ട്ര യാത്രകൾക്ക് ഉപയോഗിച്ചിരുന്ന അത്യാധുനിക വിമാനം പോലും അമേരിക്കൻ ഏജൻസികൾ കണ്ടുകെട്ടി. ഒടുവിൽ അമേരിക്കൻ സൈന്യത്തിന്റെ അതീവ രഹസ്യമായ ഓപ്പറേഷൻ സദേൺ സ്പിയർ മഡൂറോയെ ലക്ഷ്യമിട്ടു. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലെ സുരക്ഷാ ഏജൻസികളുടെ സഹായത്തോടെ നടത്തിയ ഈ നീക്കത്തിനൊടുവിൽ മഡൂറോ പിടിയിലായി. ഒരു രാജ്യത്തിന്റെ സുൽത്താനായി വാണിരുന്ന വ്യക്തി ഇന്ന് അമേരിക്കൻ ജയിലിലെ ഒരു സാധാരണ തടവുകാരനായി മാറിയിരിക്കുകയാണ്. മഡൂറോയുടെ കഥ നമുക്ക് നൽകുന്ന ചില വലിയ വലിയ പാഠങ്ങളുണ്ട്. ഇനി അതിലേക്ക് കടക്കാം. അന്ധമായ സൗജന്യങ്ങൾ, അതായത് ഒരു രാജ്യം ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാതെ വെറുതെ സൗജന്യങ്ങൾ നൽകിയാൽ അത് സാമ്പത്തിക തകർച്ചയ്ക്ക് കാരണമാക്കും, ജനങ്ങളെ മടിയന്മാരുമാക്കും. പിന്നെ അഴിമതിയും സ്വജനപക്ഷപാതവും. സ്ഥാപനങ്ങളിൽ യോഗ്യരായവരെയല്ല, മറിച്ച് സ്വന്തം പാർട്ടിക്കാരെ തിരികെ കയറ്റാൻ ആ സ്ഥാപനം നശിക്കുമെന്ന് ചിന്തിക്കാനുള്ള ബുദ്ധി പോലും ഉണ്ടായിരുന്നില്ല. വെനസ്വേലയിലെ എണ്ണ വ്യവസായം നശിച്ചത് അങ്ങനെയാണ്. ഇനി സ്വേച്ഛാധിപത്യം. ജനഹിതം മാനിക്കാത്ത ഒരു ഭരണാധികാരിക്കും അധികകാലം പിടിച്ചു നിൽക്കാൻ കഴിയില്ല. വെനസ്വേല ഒരു കാലത്ത് ലാറ്റിൻ അമേരിക്കയിലെ ഏറ്റവും സമ്പന്നമായ രാജ്യമായിരുന്നു. അത്തരത്തിലൊരു ചരിത്രമുണ്ട് വെനസ്വേലയ്ക്ക്. അവിടുത്തെ ജനങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ദുരിതം ഏതൊരു മലയാളിയും അറിഞ്ഞിരിക്കേണ്ടതാണ്. കാരണം തെറ്റായ സാമ്പത്തിക നയങ്ങൾ ഒരു നാടിനെ എങ്ങനെ നശിപ്പിക്കുമെന്നതിന്റെ പച്ചയായ ഉദാഹരണമാണ് ഈ രാജ്യം. നിക്കോളാസ് മഡൂറോയുടെ അന്ത്യം ഒരു കാലഘട്ടത്തിന്റെ അവസാനമാണ്. പക്ഷേ വെനസ്വേലയുടെ മുറിവുകൾ ഉണങ്ങാൻ ഇനിയും ദശകങ്ങൾ വേണ്ടിവരും. ബസ് ഡ്രൈവറിൽ നിന്നും പ്രസിഡന്റായ മഡൂറോ ചരിത്രത്തിൽ അറിയപ്പെടുക ഒരു രാജ്യത്തെ തകർത്ത വില്ലൻ എന്ന നിലയിലായിരിക്കും. അപ്പോൾ ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ട്രംപിന്റെ ഈ നീക്കത്തെ നിങ്ങൾ അനുകൂലിക്കുന്നോ അതോ പ്രതികൂലിക്കുന്നോ? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ. മറ്റൊരു വിഷയമായി വീണ്ടും എത്തുവരെ നന്ദി. ന്യൂസ് ഡെസ്ക് IBN മലയാളം.